ആ പാവം പിടിച്ച മിത്രയെ എല്ലാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പരിഹസിച്ച് നാണം കെടുത്തിയിട്ട് ബാലൻ നേരെ കടയിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം ടൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ ആര്യയാണെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യം നേരെ പോയിട്ട് മാമനിൽ തീർക്കണം. മാമനോട് പറയണം, മാമ ഈ അച്ഛൻ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണത്? ഈ അച്ഛൻ മാത്രമേ ഈ ലോകത്ത് വീട് വെക്കണുള്ളൂ, വേറൊരു അച്ഛന്മാരും വീടൊന്നും വെച്ചിട്ടൊന്നുമില്ലേ? വല്ലാത്തൊരു കഷ്ടം തന്നെ എൻ്റെ മാമ. എൻ്റെ ഭാര്യ 4 കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അതിന് ഇമ്മാതിരിയുള്ള സീനൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്താണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഒരു മിനിറ്റ് അവിടെ നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടത്തിയുടെ ഇവിടെ കാണുമ്പോൾ അവിടെ പോയി പറയാം, അവിടെ ഉള്ളത് ഇവിടെ പറയാം, ആ ഒരു പരിപാടി ഉണ്ട്, അത് നിർത്തിയേക്ക്. ഏട്ടത്തി കൂടുതൽ പറയൊന്നും വേണ്ട. ഏട്ടത്തിയാണ് അച്ഛനോട് പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അമ്മ കൂടി അറിയാത്ത കാര്യങ്ങൾ ഏട്ടത്തി അറിഞ്ഞിട്ട് അത് നേരെ അച്ഛൻ്റെ ചെവിയിലേക്ക് എത്തിച്ചില്ലേ. ഏട്ടത്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊന്നും ഏട്ടത്തി അധികം തലയിടാൻ വരണ്ടെന്ന് പറയുമ്പോൾ ശ്രീദേവി തലയാട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം മീനാക്ഷിയും ആകാശവും ആകട്ടെ കൊച്ചിയിൽ റൂമൊക്കെ എടുത്ത് റൊമാൻസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശിന് ബാലൻ്റെ വക ഒരു കോള് വരുന്നത്. ബാലൻ്റെ കോള് കണ്ട വശം തന്നെ ആകാശ് ഷോക്കാവാണ്. നീ എവിടെ? അച്ഛാ ഞാൻ അവിടെ ഉണ്ട്. നീ പെട്ടെന്ന് കടയിലേക്കൊന്ന് വായോ എന്ന് പറയുകയാണ്. അപ്പം തന്നെ ആകാശ് ആകം മൊത്തം കിളി പോയ കോഴിയുടെ പോലെ അവിടെ നിൽക്കാനുണ്ടോ സുഹൃത്തുക്കളെ.